തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ തിരക്കിലാണ്. ഓരോ മുക്കിലും മൂലയിലും എത്തിക്കൊണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് അവർ. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TP അഷ്റഫ് അലിയാണ്. അങ്ങേ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിലൊക്കെ നമുക്ക് വലിയ മെജോറിറ്റി ഉള്ള വലിയ പേരുള്ള മണ്ഡലമാണ്. എന്നിരിക്കെ പോലും ആളുകളെ പരമാവധി കണ്ട് വോട്ടുറപ്പിക്കുകയാണ്. എന്താണ് ഈ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുള്ള ആളുകളുടെ ഒരു റിയാക്ഷൻ? ഇവിടെ ഒരു UDF സർക്കാർ വരാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് വോട്ടർമാരുടെ പ്രതികരണം? 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ UDF സർക്കാർ വരാൻ. അത് നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ആളുകളുടെ പിന്തുണ വളരെ വലുതാണ്. എല്ലാ വിഭാഗം ആളുകളും ഈ സർക്കാരിനെ കൊണ്ട് മടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് UDF വർദ്ധിതമായ പിന്തുണയാണ്. ജനങ്ങൾ അത് ഞങ്ങളോട് കൈപിടിച്ചും അവരുടെ ഉറപ്പ് നൽകിയും അവരത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കൊണ്ടുപോയിട്ട് ജയിക്കുമെന്ന് മാത്രമല്ല, കേരളത്തിലും വലിയ തരംഗം VD സതീശൻ പറഞ്ഞ ഒരു നമ്പറിലേക്ക് UDF എത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഫീൽഡിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ വിവിധ യോഗങ്ങളിലൂടെയൊക്കെ എങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ, പ്രധാനമായിട്ട് വീട്ടമ്മമാരൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും അവസാനം ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതിസന്ധി വീട്ടമ്മമാർ പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു ദിവസം അവരുടെ കുടുംബനാഥൻ അല്ലെങ്കിൽ അവർ തന്നെയും ഏൺ ചെയ്യുന്ന പണം അവർക്കൊരു ദിവസം ജീവിക്കാൻ മതിയാകാത്ത സാഹചര്യമാണുള്ളത്. കുടുംബ സദസ്സുകളിലൊക്കെ ഇത് പറയുമ്പോൾ ആളുകൾ അതിനോട് വളരെ വലിയ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവശ്യ സാധനങ്ങൾ ആവശ്യഘട്ടങ്ങളിൽ പോലും റേഷൻ കടകളിൽ പോലും ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങൾ ജീവിക്കാൻ വളരെ വലിയ ദുസ്സാഹചര്യം. ഇപ്പോൾ നമ്മൾ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രദർ നമ്മളെ അടുത്ത സുഹൃത്ത് അഷ്റഫ് അലി, നമ്മൾ മണ്ഡലത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം താങ്കളുടെ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന മേഖലകളിൽ ആളുകൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിരേണ്ട പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ മണ്ഡലമായതുകൊണ്ട് അത് കിട്ടാത്ത സാഹചര്യമുണ്ട്. മുൻപത്തെ MLA വലിയ പരാതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നതുമാണ്. അവർക്കൊക്കെ ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തോ? ഒരു UDF സർക്കാർ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞു? തീർച്ചയായിട്ടും ഇത് പ്രതിപക്ഷ മണ്ഡലം എന്നത് ഭരണപക്ഷ മണ്ഡലത്തിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്, വികസനം എന്ന് പറയുന്നിടത്ത് സാധാരണക്കാരായ മനുഷ്യരെ പെരുവയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടുള്ളൊരു വികസനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ കാണുന്ന ബുൾഡോസർ രാജുകളുണ്ട്. ഒരു രാവിലെ വന്നുകൊണ്ട് അല്ലെങ്കിൽ രാത്രി വന്നുകൊണ്ട് ബുൾഡോസർ വീടുകൾ നിരത്തി അവിടെ വികസനത്തിൻ്റെ പേരിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കും അപ്പുറത്ത് ജനങ്ങളെ കൂടെ ഇരുത്തി അവരുമായി സംസാരിച്ച് അവരുടെ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും അതിന് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ അവർക്ക് കൃത്യമായി റെമ്യൂണറേഷൻ കൊടുത്ത്, ഇപ്പോൾ UPA സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായ പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാക്കേജ് വഴിയാണ് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാതൃക കേരളത്തിലുണ്ട്. ആ മാതൃകയിൽ ഇവിടുത്തെ ജനങ്ങൾ ഭൂമി നൽകാൻ തയ്യാറായ ആളുകൾക്ക് അതിനനുസരിച്ച് കൃത്യമായ വില നിശ്ചയിച്ച് അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അവരെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഞങ്ങൾക്കില്ല. ഞങ്ങളതിൻ്റെ നയവുമല്ല. ഗാന്ധിജി പറഞ്ഞതാണ്, ഒരു വികസനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ സാധാരണക്കാരൻ അതെങ്ങനെ ബാധിക്കുമെന്ന് ആദ്യം ചിന്തിക്കണം, മനസ്സിൽ വേണമെന്ന് പറഞ്ഞ ആ കാഴ്ചപ്പാട് നിന്നുകൊണ്ടായിരിക്കും ഞങ്ങളുടെ വികസന പ്രവർത്തനം. അഷ്റഫ് അലിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിലെ യൂത്ത് ലീഗിലേക്ക് ചില ആളുകളെ പരിഗണിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെ സജീവമായി കേട്ടിരുന്ന ഒരു പേരല്ല അഷ്റഫ് അലിയുടേത്. പക്ഷെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോഴാണ് എത്രത്തോളം പ്രാക്ടിക്കലി വളരെയധികം പഠിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം ദേശീയ തലത്തിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ആളുകളുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കപ്പെടും? അത് ഇത്രയും ഷുവർ ആയിട്ടുള്ള ഒരു സീറ്റിൽ നിങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്? ഒന്നാമതായി, മാധ്യമങ്ങൾ അളക്കുന്ന ഒരു അളവുകോലിലല്ല മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം. മുസ്ലിം ലീഗ് വളരെ കൃത്യമായും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് എല്ലാ വിഷയത്തിലും എടുത്തിട്ടുള്ളത്. മാധ്യമങ്ങൾ മറ്റു പാർട്ടികളെ പോലെ മുസ്ലിം ലീഗ് പാർട്ടിയെ കാണുന്നതുകൊണ്ട് സംഭവിച്ച മാധ്യമങ്ങളുടെ ഒരു പിഴവാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടി പദവിയാണെങ്കിലും പാർലമെൻ്ററി പദവിയാണെങ്കിലും പാർട്ടി ഏത് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നുവോ അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ MSFൻ്റെ ചുമതലയായിരുന്നു. അത് കഴിഞ്ഞ് ദേശീയ തലത്തിൽ തന്നു. അവിടെ തന്നെ യൂത്ത് ലീഗിൻ്റെ ചുമതല തന്നു. ഇതെല്ലാം ഭംഗിയായി നിർവഹിച്ചു. പാർട്ടി പ്രതീക്ഷിച്ച അനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതിന് പാർട്ടി നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത്. കൊണ്ടോട്ടി പോലെ ഒരു മണ്ഡലം നൽകി
തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ഇവിടെ പുലർത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം 24 മണിക്കൂറും ഉണ്ടാകും. അഷ്റഫലി എത്ര ആയിരിക്കും ഒരു ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം പറയാൻ ഇവിടെ UDF-ന്റെ നേതാക്കന്മാർ, കൺവീനർ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, മലപ്പുറത്തിനെക്കാളും കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാം സ്ഥാനം കൊണ്ടോട്ടിക്കാവും. ഒന്നാം സ്ഥാനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും കൂടുതൽ വോട്ട് ഈ നിയോജകമണ്ഡലത്തിലേക്ക് ഒന്നാം സ്ഥാനം കേരളത്തിലെ ആദ്യത്തെ 10-1. എന്തായാലും വൻ വർധനവുണ്ടാവും. ജില്ലയിൽ ഒന്നാം സ്ഥാനം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അഷ്റഫ് അലി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഒരു പ്രതിപക്ഷ മണ്ഡലത്തിൽ നിന്ന് ഇതൊരു ഭരണപക്ഷ മണ്ഡലമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ടേമിൽ ഈ പ്രതിപക്ഷ മണ്ഡലങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുള്ള തുക അത് വളരെ കുറവായിരുന്നു എന്നുള്ള പരാതി പല MLA-മാർ ഉന്നയിക്കുന്ന നമ്മൾ കണ്ടു. നിയമസഭയിൽ MK മുനീർ വളരെ വികാരാധീനനായി തനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആളുകളെ കണ്ട് വോട്ടുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ നമ്മളും വിവിധ സ്ഥാനാർത്ഥികളെ കണ്ടുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.